ശിവരാമൻ ചെറിയനാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ പുരസ്കാരം കവിയും നാടകകൃത്തും സംവിധായകനുമായ എം.വി. ജനാർദ്ദനന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം. സ്വരാജ് സമ്മാനിച്ചു. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വർഗീയതയാണെന്ന് എം. സ്വരാജ് പറഞ്ഞു. ശിവരാമൻ ചെറിയനാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ പുരസ്കാരം കവിയും നാടകകൃത്തും സംവിധായകനുമായ എം.വി. ജനാർദ്ദനന് മാവേലിക്കരയിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം. സ്വരാജാണ് പുരസ്കാരം സമ്മാനിച്ചത്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വർഗീയതയാണെന്ന് എം. സ്വരാജ് പറഞ്ഞു. ഇവിടെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ ശ്രീ എം.വി. ജനാർദ്ദനൻ നൽകുകയാണ്. അദ്ദേഹത്തിന്റെ പെരുമലയിൽ എന്ന നോവലാണ് ഈ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ നോവലിനെ സംബന്ധിച്ച ഒരു പരിചയപ്പെടുത്തൽ, ഒരു പ്രഭാഷണം ഇവിടെ നടത്തേണ്ടിയിരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ എം. നാരായണൻ മാഷായിരുന്നു. അദ്ദേഹം അസുഖം കാരണം എത്തിച്ചേരാൻ സാധിക്കില്ല എന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നില്ല. ഞാൻ മറിച്ച് എല്ലാവരോടും ഈ നോവൽ വായിക്കാൻ അഭ്യർത്ഥിക്കുകയും ആ നോവൽ നമ്മുടെ ഇന്നലകളിലേക്ക് ഉള്ള ഒരു എത്തിനോട്ടം എന്ന് വേണമെങ്കിൽ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലകളിലേക്കുള്ള എത്തിനോട്ടം എന്നാൽ ചരിത്രത്തിലേക്ക് തുറക്കുന്ന ഒരു വാതിലാണ്. അത് എങ്ങനെയാണ് വർത്തമാനകാല സാംസ്കാരിക രാഷ്ട്രീയ പ്രതലങ്ങളിൽ പ്രസക്തമാകുന്നത് എന്നത് സത്യത്തിൽ മുഖപുരങ്ങൾ ആവശ്യമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. ചരിത്രമെന്നത് വളരെ ബോധപൂർവം മറച്ചു വയ്ക്കാൻ അധികാര ശക്തികൾ ശ്രമിക്കുന്ന ഒരു കാലം കൂടിയാണ് നമ്മളല്ല. അപ്പോ നമ്മുടെ നാട് ഇന്നലകളിൽ എങ്ങനെയായിരുന്നു, ഇന്നലകളിൽ കേരളീയ മനുഷ്യ ജീവിതം എങ്ങനെയായിരുന്നു, അത് ഏതേത് ഘട്ടങ്ങളിലൂടെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ, നിസ്സഹായരായ മനുഷ്യർ, അങ്ങനെയുള്ള മനുഷ്യരുടെ ദുർബലമെങ്കിലുമുള്ള വിവിധങ്ങളായ പ്രതിരോധങ്ങൾ, അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, അതിൻ്റെ എല്ലാം വിപുലമായ ഒരു ചരിത്രം നമ്മുടെ നാടിനുണ്ട്. വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളം കടന്നു വന്ന കാലത്തെ ബോധപൂർവം ഓർമ്മപ്പെടുത്തേണ്ട കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടിച്ചമർത്തപ്പെട്ട സമൂഹ വ്യവസ്ഥയിൽ നിന്നും ഇപ്പോഴത്തെ നിലയിലേക്ക് കേരളത്തിനെ എത്തിച്ചതിന് പിന്നിൽ വലിയ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും രക്തച്ചൊരിച്ചിലുകളുടെയും ചരിത്രമുണ്ടെന്നും എം. സ്വരാജ് പറഞ്ഞു. ട്രസ്റ്റ് പ്രസിഡന്റ് ഇലിപ്പക്കുളം രവീന്ദ്രൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് എം. അമൃതകുമാർ സ്വാഗതം പറഞ്ഞു. രക്ഷാധികാരി കെ. മധുസൂദനൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു. SIET ഡയറക്ടർ B. അബുരാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. CPM മാവേലിക്കര ഏരിയ സെക്രട്ടറി G. അജയ്കുമാർ, ആകാശവാണി റിട്ടയർഡ് പ്രോഗ്രാം ഡയറക്ടർ മുരളീധരൻ തഴക്കര, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ, AR രാജരാജവർമ്മ സ്മാരക സെക്രട്ടറി പ്രൊഫസർ VI ജോൺസൺ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ അംഗം M. ജോഷുവ, മാവേലിക്കര മീഡിയ സെന്റർ പ്രസിഡന്റ് S. അഖിലേഷ്, പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി ഗോപൻ വാർത്തികുളം എന്നിവർ സംസാരിച്ചു. അവാർഡ് ജേതാവ് M.V. ജനാർദ്ദനൻ മറുപടി പ്രസംഗം നടത്തി. CD നെറ്റ് ന്യൂസ് മാവേലിക്കര.